അനന്തൻകാട് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ പണ്ട് അങ്ങനെയാ പറഞ്ഞിരുന്നേന്ന് സത്യമാണോ? സത്യം. സത്യമാണ്. അപ്പൊ ട്രിവാൻഡ്രത്ത് നടന്ന ഒരു റിയൽ ഇൻസിഡന്റ് ആണോ ഇത്? ട്രിവാൻഡ്രം നടന്നൊരു കഥയാണ്. എന്റെ തല വിളിക്കും. എന്റെ സമ്മതിച്ചേക്കാം. സമ്മതിച്ചേക്കാം. അല്ല എന്തോ പറയാൻ മതി, ഇവിടെ ആൻസർ ഉണ്ട് പറഞ്ഞു. ട്രിവാൻഡ്രത്താണ് ഈ സിനിമ നടക്കുന്നത്. ട്രിവാൻഡ്രത്ത് നടക്കുന്ന കഥയാണ് അനന്തൻകാട്. പറഞ്ഞ പോലെ തന്നെ ട്രിവാൻഡ്രത്തിന്റെ പഴയ പേരായിരുന്നു അനന്തൻകാട് എന്നുള്ളത്. ഓക്കെ, അതെന്താ ട്രിവാൻഡ്രത്തിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം? അത് സിനിമ അല്ലേ എനിക്ക് തോന്നി. അവരെങ്ങനെ ഇട്ടത്? അല്ല, ഈ പൊതുവെ ഈ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ മൂവീസ് ഒക്കെ വരുമ്പോ പലതരത്തിലുള്ള കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ അത് പല ഒപ്പീനിയൻ ഉള്ളവരുണ്ടാവും അല്ലെ. പാർട്ട് എ ഉണ്ടാവും, പാർട്ട് ബി ഉണ്ടാവും. അപ്പൊ അങ്ങനെ കോൺട്രവേഴ്സീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വരികയാണെങ്കിൽ നല്ലതല്ലേ? വരികയാണെങ്കിൽ സിനിമയ്ക്ക് ഒബ്വിയസ്ലി നല്ലതാണ്. ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എല്ലാ സിനിമകൾക്കും അങ്ങനെ ഒരു പേർപ്പസ് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ലതാണ്. വന്നാ നല്ലതാണ്, വന്നില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ എന്ന് കൺസിഡർ ചെയ്യാം. അല്ല, ദൈവന് തോന്നുന്നുണ്ടോ ലൈക്ക് ഇതൊരു ചർച്ച ചെയ്യപ്പെടും അല്ലെങ്കിൽ അല്ല, എല്ലാ സിനിമകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അത് ഇപ്പോ കക്ഷി രാഷ്ട്രീയമാണ് നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ എനിക്ക് അത് അറിയില്ല. പക്ഷെ ഈ സിനിമയിലെ പൊളിറ്റിക്സ് എന്തായാലും സംസാരിക്കും. ഓക്കെ, അത് എല്ലാ സിനിമയിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോ മുരളിച്ചേട്ടൻ ചിലപ്പോൾ മുമ്പത്തെ സിനിമകളിലെ ചുറ്റിപ്പറ്റിയായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന്.